വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ എല്ലാവരും? കുറേ കാലമല്ല ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കുറേ കാലമായി. എനിക്ക് വയ്യായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്ക് കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഞാൻ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ ഐ ട്രൈ ടു പോസ്റ്റ് ഷോർട്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഗെയിൻ ഇൻ്റർവ്യൂവിന് പോവാം. സംസാരിക്കാൻ ആരുമില്ല ഗൈസ്, എനിക്ക് ടെൻഷൻ കൊണ്ട് വയ്യ. അപ്പം ഇവിടുന്ന് ബസ്സിനാണ് ഞാൻ പോകുന്നത്. ബസ് എടുത്തിട്ട് നേരെ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് മെട്രോ എടുത്തിട്ടാട്ടോ പോകുന്നത്. കുറച്ചടുത്താണ്, പക്ഷേ അവ പോകുന്നതും എല്ലാം കാണിച്ചു തരാം. നാട്ടിലെ പോലെ ഇവിടെ കണ്ടക്ടറും കിളിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് വേണം ബസ്സിൽ കയറാൻ കേട്ടോ. ബസ് വരുന്നില്ല, ബസ് വരാൻ ടൈം ആവുന്നതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി വന്നത്. അപ്പം മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഡേ ടു ഡേ ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് നേരം അതും ഇതൊക്കെ നോക്കി നിന്നിട്ട് ഒരു 9:30 ആയപ്പം ഞാൻ ബിൽഡിങ്ങിൻ്റെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറാൻ പോവാണേ, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഈ വീട്ടിൽ പോവാണേ. സ്കാമായിരുന്നു ഗൈസ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് പെടുമായിരിക്കും അല്ലേ. സോ ഞാൻ വിശദമായിട്ട് പറയാം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് മെട്രോയിലൊക്കെ കയറി ഒന്ന് സെറ്റ് ആവട്ടെ. ഞാൻ വിശദമായിട്ട് പറയാം എന്താണ് കറക്റ്റ് സംഭവിച്ചതെന്ന്. എനിക്ക് നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാനത് എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യാറുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് സ്കാംസ് ഇതുപോലെ ഇവിടെ നടക്കുന്നുണ്ട്. UAE നിയമപ്രകാരം ഇത് ഇല്ലീഗലാണ്. കാര്യം നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എംപ്ലോയറിനോ നമ്മൾ ഒരു രീതിക്കിനുള്ള പൈസയുടെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഇവിടെ ഇല്ലീഗലാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്കാംസിൽ പെടുന്നുണ്ട്. കാര്യം പല പൈസയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് യൂണിഫോമിന് അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഒരു സ്കാംസിൽ വന്ന് പെടുന്നുണ്ട്. കാര്യം അവർക്ക് ആ ഒരു ടൈമിൽ ജോലിയായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ 600-700 ദിർഹംസ് ഇവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറയിൽ. അപ്പം ഇങ്ങനെയുള്ള സ്കാംസിലൊന്നും പെടാതെ നിങ്ങൾ സേഫായിട്ട് വേണം ജോലിയൊക്കെ അന്വേഷിക്കാനും ഇൻ്റർവ്യൂസിന് പോയി അത് ഹാൻഡിൽ ചെയ്യാനും കേട്ടോ. പിന്നെ ഇങ്ങനത്തുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ആവേണ്ട, അത് ബ്രേവായിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ്. ബൈ.